ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവും മറ്റൊരു വാർഡ് മെമ്പറും കൂടി റോഡ് ഉപരോധിക്കുകയും വനിതാ പോലീസ് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു ഉന്തും തള്ളുമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ CPM എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് എതിരെ ഒരു ഉപരോധ സമരമാണ് നടത്തുന്നത്. ആ ഉപരോധ സമരത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ ഒയാസിസ് ബ്ലൂബറി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചതാണ്. ആ ബോർഡ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ ഉപരോധം നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് CPMന് ഉപരോധം നടക്കുന്നു, ഭരണസമിതി അംഗങ്ങൾ റോഡിൽ ഈ പ്രതിഷേധവും നടത്തുന്നു. ഇപ്പോൾ CPMന്റെ ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഇപ്പോ നിങ്ങളുടെ ഉപരോധം നടക്കുന്നത് അവർ ഒയാസിസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തീരുമാനവും എടുക്കുന്ന ദിവസമാണ്. അതിനെ അനുവദിക്കുന്നില്ല. അത് ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു സമരമെന്നാണ് അവർ ആരോപിക്കുന്നത്. CPIMന്റെ നേതൃത്വത്തിൽ 2 കാൽനട പ്രചരണ ജാഥകൾ നടത്തി. 2 ദിവസങ്ങളിലായി 2 കാൽനട ജാഥകൾ നടത്തി. ആ ജാഥയിൽ ഉന്നയിച്ച മുദ്രാവാക്യമാണ് ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം. എന്തിനാണെന്ന് ചോദിച്ചാൽ 5 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും ലൈഫ് മിഷനിൽ വീട് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് പോലും ലൈഫ് മിഷൻ വീട് കൊടുത്തിട്ടില്ല. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്നില്ല. കുടുംബശ്രീക്കാർക്ക് ഗ്രാന്റ് കൊടുക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇതിനെതിരായിട്ടുള്ള ഉപരോധ സമരമാണ്. ഒയാസിസ് കമ്പനിക്കെതിരായി ഇവർ കേസ് കൊടുത്താൽ എന്താണ്, ഇവർ സമരം നടത്തിയാൽ എന്താണ്? ഞങ്ങൾക്കതിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ച് 2 ദിവസം ജാഥ നടത്തിയിട്ടാണ് ഈ ഉപരോധ സമരം നടത്തുന്നത്. പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് അവർക്ക് നോട്ടീസ് കൊടുക്കാതെ ഇന്ന് രാവിലെ പെട്ടെന്നുണ്ടായ ഒരു സമരം എന്നാണ്. പഞ്ചായത്ത് ആഫീസിൽ നോട്ടീസ് ഒരിക്കലും കൊടുക്കാറില്ല. ഞങ്ങൾ ജാഥ നടത്തി പറഞ്ഞ പിന്നെ ഇവരാരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? മന്ത്രിയ? പഞ്ചായത്ത് പ്രസിഡന്റ് രാജാവാ? രാജ്ഞിയ? സർക്കാരല്ല. ഒരു സർക്കാരല്ല, ഒന്നുമല്ല. ഭാരതാച്ച സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? ഗവൺമെന്റ് കൊടുത്ത 5 വർഷം ലൈഫ് വീട് കൊടുത്തോ? എന്താ ഇവരുടെ ഉത്തരവാദിത്വമല്ലേ? 100 ആളുകൾക്ക് ഒരു ദിവസം 100 പണി, ഒരു വർഷത്തിൽ 100 പണി കൊടുക്കുന്നുണ്ടോ? ഇതിന്റെ അവകാശമല്ലേ? ഇത് ചെയ്തല്ലോ. CPMന്റെ ഏരിയ സെക്രട്ടറിയാണ് സംസാരിച്ചത്. ഒരു ഭാഗത്ത് ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. കാരണം 7ാം വാർഡ് ഗ്രാമസഭ നടത്തി, അത് ഐക്യകണ്ഠേന ഇതാക്കി. 6ാം വാർഡ് ഗ്രാമസഭ വിൽക്കുകയാണ്. അത് ഐക്യകണ്ഠേന ബ്രൂവറിക്കെതിരായി ജനങ്ങൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ പോലീസ് ഞങ്ങളെ നോക്കിക്കാണുക എന്നല്ലാതെ നിയമപരമായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിന് ബോർഡ് മീറ്റിംഗിന് വരുന്ന ആളിനെ തടുക്കുകയാണ് പോലീസ് ചെയ്യണം. ഇതേത് അർത്ഥമാണ്? ഈ പ്രസിഡന്റ് ഇപ്പൊ പറയുന്നത് ഈ പഞ്ചായത്തിന്റെ ഭരണവിരുദ്ധ നയങ്ങൾക്ക് എതിരെയുള്ള സമരം എന്നുള്ളതാണ്. ലൈഫ് മിഷനിൽ ആർക്കും സമയത്ത് എന്തെങ്കിലും പറയണ്ടേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത്. ഇതൊന്നും കേട്ട് പേടിച്ചോടാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത്. ഈ 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതും ഇനിയും നടത്തും. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണമെന്നുള്ള ഭ്രാന്തളകിയിട്ടാണ് അവർ ഈ കാണിക്കുന്നത്. ആഴ്ചയ്ക്ക് ഓഫീസ് ഉപരോധം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലീസും. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോലീസിന് കയ്യിലാകുന്നില്ല. ഞങ്ങൾ പഞ്ചായത്തിനകത്ത് കയറുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്താനാണ് പോലീസ് വന്ന് നിൽക്കുന്നത്. അത് ശരിയല്ലല്ലോ. പോലീസ് ഇവിടുന്ന് ആളുകളെ മാറ്റി നിങ്ങൾ ഭരണസമിതി യോഗം കൂടും എന്നുള്ളത് തന്നെയാണോ? കൂടും. ഇവരുടെ തറവാട്ടിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെങ്കിൽ ഇവരുടെ ധിക്കാരവും ദാക്ഷ്യം എത്രയുണ്ടെന്ന് പൊതുജനം വിലയിരുത്തും. റോഡ് ഉപരോധം തുടരും. വരട്ടെ. മുകളിൽ നിന്നുള്ള ആൾക്കാർ
ഈ അത് സമരം എന്തായാലും ഇപ്പോഴും പറയേണ്ട